നിബസ്പൂർ ഗ്രാമത്തിൽ വയസ്സായ വിമല പേരക്കുട്ടി ശീതലിനോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നു. അവരുടെ മകൻ മരുമകൾ പേരക്കുട്ടി സിറ്റിയിലാണ് ജീവിക്കുന്നത്. ഇത്തവണ ലീവിന് 3 പേരും നാട്ടിലേക്ക് വന്നു. അവരെ കണ്ട് വിമല ശീതലിന് സന്തോഷമായി. അവർ വന്നതുകൊണ്ട് വിമല എല്ലാവർക്കും ചപ്പാത്തിയും ചീരക്കറിയും ഉണ്ടാക്കി. ആ, നല്ല രുചിയുണ്ടമ്മേ. ഒരുപാട് നാളായി നാട്ടുംപുറത്തെ ഭക്ഷണം കഴിച്ചിട്ട്. എനിക്കിത് ഇഷ്ടമല്ല. അതെ മുത്തശ്ശി, ഇവിടെ എവിടെയാ കിട്ടുന്നേ ഈ പിസയും ബർഗറും ഒക്കെ? ഇതൊക്കെ നീ കഴിക്കുമല്ലേ, അതുകൊണ്ട് ശരീരം നോക്ക്, ബലൂൺ പോലെ വീർത്തുകൊണ്ടേ പോകുന്നു. അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മതി. ഈ സിറ്റിയിലെ കുട്ടികളെല്ലാം നശിച്ചുകൊണ്ടേയിരുന്നു. പുറത്തു കിട്ടുന്ന വിലമതിപ്പുള്ള ഭക്ഷണങ്ങൾ കൊണ്ട് ആരോഗ്യം നശിപ്പിക്കുന്നു. പിന്നെ പൈസ കൊടുത്ത് ആരോഗ്യം ശരിയാക്കാൻ ജിമ്മിലേക്കും പോകുന്നു. മുത്തശ്ശിക്ക് അറിയില്ലേ, നഗരത്തിലൊക്കെ ചെന്നാ സ്വാഗായിരിക്കും. സ്വാഗ് ഉണ്ടല്ലോ, പക്ഷെ ഫാറ്റ് ഉണ്ട്. തടിയൻ. ഞാൻ തടിയനാണെന്നോ? ശരി, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അമ്മേ, ഞാൻ ഇവരെ കൊണ്ട് ശരിക്കും തോറ്റു. ഇവർക്കെപ്പോഴും പുറത്തെ ഫുഡ് മാത്രം മതി. പിന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യവുമില്ല. ഇവനെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിർത്തുന്നിയേ, അല്ലെങ്കിൽ അവന്റെ ആരോഗ്യം നശിച്ചു പോകും. നീ ശീതലിനെ നോക്ക്, ഇവിടെ ഇരുന്ന് എത്ര ഫിറ്റായി എന്ന്. ഞാൻ ഇവിടെ നിൽക്കില്ല. പപ്പ പറഞ്ഞത് നമ്മൾ ഉടൻ പോകുമെന്നല്ലേ? ആരാ പറഞ്ഞത്? അച്ഛനമ്മ 1 മാസം വരെ ഇവിടെ ഉണ്ടാകും. പപ്പ ഇവള് പറയുന്ന സത്യമാണോ? അതേ മോനെ, എത്ര നാളുകൂടിയാ വരുന്നേ? 1 മാസമെങ്കിലും നമ്മള് ഇവിടെ നിൽക്കേണ്ടതല്ലേ? പപ്പ പറഞ്ഞ് 4 ദിവസം നിൽക്കുന്നതെന്നല്ലേ? മൊമോസും ബർഗറും ഒന്നും ഇല്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും? നീ ഒരു കാര്യം ചെയ്, മാഗി നൂഡിൽസിന്റെ പാക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി തരാവോ? ആ മാഗി പാസ്റ്റയൊക്കെ കഴിച്ചാ വയറ് നാശമാകും. ഞാൻ നിനക്ക് ചോറ്, സാമ്പാറ്, അരച്ച മല്ലിച്ചമ്മന്തി കൊണ്ടുവരാൻ നിനക്ക് വേണ്ടി. എനിക്കിതൊന്നും വേണ്ട, എനിക്കിതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കുറച്ചു നേരം കഴിഞ്ഞ ശീതൽ അവനു വേണ്ടി മാഗി ഉണ്ടാക്കി കൊണ്ടുവന്നു. രോഹൻ അത് കഴിച്ചു. അതിനുശേഷം ശീതൽ എരുമപ്പാല് കറക്കാനായി പോയി. അപ്പൊ രോഹൻ അവിടെ വരുന്നു. അതെ, പാല് കറക്കാനൊക്കെ എനിക്കും അറിയാം. ഞാൻ സിമ്പിളായിട്ട് കറക്കും. എടാ തടിയാ, നിനക്ക് പാല് കറക്കാൻ അറിയുമോ? നീ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിച്ച് തടിയനായി. സിറ്റി ഭക്ഷണം കഴിച്ചു കഴിച്ച് നിന്റെ ശരീരം എങ്ങനെയായി നോക്ക്. വീട് നിന്റെ വിരൽ ഒടിഞ്ഞു പോയാലോ? പാത്രം എന്റെ ഇത്താ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെ കറക്കണ്ടെന്ന്. രോഹൻ ബക്കറ്റ് എടുത്ത് എരുമയുടെ അടുത്ത് ചെന്നു. പാല് കറക്കാനായി എരുമയെ തൊടുന്നു. ആ എരുമ അവനെ ചവിട്ടുന്നു. അവൻ ദൂരെ ചെന്ന് വീണു. അത് കണ്ടെല്ലാവരും ചിരിക്കാനായി തുടങ്ങി. പിന്നെ വൈകുന്നേരം ശീതൽ വെണ്ടയ്ക്കുപരി ചപ്പാത്തിയും ഉണ്ടാക്കി. മുത്തശ്ശി എന്തിനാ ഇതുണ്ടാക്കിയേ? എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്നും ഞാൻ ഇത് കഴിക്കത്തില്ലെന്നും എത്ര പ്രാവശ്യം പറഞ്ഞു. ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പാടില്ലേ? ഇവൻ ഒരുപാട് വേഷം കെട്ടെടുക്കുന്നുണ്ട്. നോക്കുന്നിട്ട് ചേച്ചി ഇങ്ങനെ കഴിക്കുന്നതെന്ന്. ഇവൾ എന്ത് കിട്ടിയാലും കഴിക്കും, അതുകൊണ്ടാ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്കിത് വേണ്ട. നിന്റെ ചേച്ചിയെ കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ നിനക്ക് നാണമില്ലേ? എന്തുണ്ടോ അത് കഴിക്കാൻ പറ്റൂ. നീ വന്നത് ഗ്രാമത്തിലേക്കാ. ഇവിടെ എന്തുണ്ടോ അത് വേണം കഴിക്കാൻ. ഇപ്പൊ വാ അടച്ച് കഴിക്ക്. രോഹൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു റൊട്ടി കഴിക്കുന്നു. പിന്നെ പോയി കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ശീതൽ രാവിലെയും ഇന്നലത്തെ റൊട്ടി കഴിക്കുന്നുണ്ടായിരുന്നു. മമ്മി, ഇവൾ ഇന്നലെ ബാക്കി വന്ന റൊട്ടി ഇന്ന് രാവിലെ കഴിക്കുന്നു. ഇവക്ക് എങ്ങനെ ഇത് പറ്റുന്നു? വായടിക്ക്, അവൾ അതെങ്കിലും കഴിക്കുന്നുണ്ട്. നിന്നെ പോലെ ചിപ്സ് കഴിച്ച് നടക്കല്ല അവൾ. രോഹൻ ജനിച്ചപ്പോൾ മുതൽ സിറ്റിയിലാണ്. പക്ഷേ ശീതൽ 6 വയസ്സ് മുതൽ അമ്മൂമ്മയുടെ കൂടെയുമാണ്. ഗ്രാമത്തിലുള്ളതുകൊണ്ട് ശീതൽ എന്ത് കൊടുത്താലും കഴിക്കും. എല്ലാ പച്ചക്കറിയും അവരുടെ നിലത്തിലാണുണ്ടാകുക. അവൻ ചെറുപ്പം മുതലേ സിറ്റിയിലാണുള്ളത്. അതുകൊണ്ട് ഹോട്ടൽ ഭക്ഷണം എന്നാൽ അവന് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ ഒരു തടിയനായി മാറി. അങ്ങനെ ഒരു ദിവസം അവൻ ഗ്രാമത്തിൽ കളിച്ചുകൊണ്ടിരിക്കെ അവനെ ഒരു തെരുവുപട്ടി പിന്തുടരാൻ വരുന്നു. രക്ഷപ്പെടാനായി അവൻ വേഗത്തിൽ ഓടുന്നു. പക്ഷെ അവന്റെ തടി മൂലം അവന് സ്പീഡിൽ ഓടാൻ സാധിക്കാതെ താഴെ വീഴുന്നു. ആ പട്ടി കടിക്കാനായി നിന്നു. അപ്പൊ ശീതൽ അവിടെ വന്നു. ആ പട്ടിയെ ഒരു വടിയെടുത്ത് ഓടിപ്പിച്ചു. ഈശ്വരാ, ഇവള് വന്നില്ലായിരുന്നെങ്കിൽ ആ നായ എന്നെ ഉറപ്പായിട്ടും കടിച്ചു കൊന്നേനെ. വീട്ടിലേക്ക് തിരിച്ചെത്തിയതും അവൻ ചോക്ലേറ്റ് ചിപ്സ് മാക്രോണി കഴിക്കുന്നു. അതിനുശേഷം പാതിരാത്രിയിൽ വയറുവേദനയിൽ കരയുന്നുമുണ്ട്. ഞാനിപ്പോ മരിച്ചു പോവും. അയ്യോ, ഞാനിപ്പോ മരിച്ചു പോവേ. അയ്യോ, എനിക്ക് വയറ്റ് വേദന എടുക്കുന്നേ. ആവശ്യമില്ലാത്തതൊക്കെ തിന്ന് ഗ്യാസ് നിറഞ്ഞതായിരിക്കും. പ്രസവ വേദന വരുന്ന പോലെയാണല്ലോ നിന്റെ ബഹളം.
സത്യമായിട്ടും പപ്പ, എനിക്ക് നല്ല വയറുവേദനയുണ്ട്, ഡോക്ടറിന്റെ അടുത്ത് പോകാം. ഉടനെ ഉമേഷ് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഡോക്ടർ അവനോട് പറയുന്നു, ഫുഡ് പോയിസൺ ആയിട്ടുണ്ട്, അതാണ് കുട്ടിക്ക് വയറ്റുവേദന എടുക്കുന്നത്. ഞാൻ മരുന്ന് തരാം. ഇഞ്ചക്ഷന് മരുന്ന് കൊടുത്ത് അവനെ വീട്ടിലേക്ക് അയച്ചു. നിന്നോട് ആവശ്യമില്ലാത്തൊന്നും കഴിക്കില്ലെന്ന് പറഞ്ഞാൽ നീ ഒരുപാട് വാരി വലിച്ചു കഴിക്കും. ഇല്ല പപ്പ, ഞാൻ ഇനി ഒന്നും കഴിക്കുന്നില്ല. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇനി അവന് രാവിലെ പാല് ഇവിടെ തന്നെ ഉണ്ടാക്കിയ പച്ചക്കറി മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി അവൻ എന്ത് കഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇപ്പൊ രോഹൻ സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിലെ ഭക്ഷണമാണ് കഴിച്ചത്. അതുകൊണ്ട് കുറച്ച് ദിവസത്തിൽ അവൻ ഹെൽത്തി ഫിറ്റായി മാറി. സിറ്റി ഭക്ഷണത്തിനും ഗ്രാമത്തിലെ ഭക്ഷണത്തിനും വലിയ വ്യത്യാസമുണ്ട്. സിറ്റിയിലെ ആളുകൾ മസാലയുള്ള ഭക്ഷണം വറുത്തതൊക്കെ കഴിച്ച് രോഗികളായി മാറുന്നു, പെട്ടെന്ന് മരിച്ചും പോകുന്നു. ഗ്രാമത്തിലെ ആളുകൾ ഫ്രഷായ പച്ചക്കറികളെല്ലാം കഴിച്ച് വളരെ ഹെൽത്തി ആയിരിക്കുന്നു, അസുഖങ്ങളില്ലാതെ ആരോഗ്യമായും ജീവിക്കുന്നു. സീതയെന്നും ഗീതയെന്നും പേരുള്ള രണ്ട് ഇരട്ടകളായ അനാഥർ അവരുടെ ഇളയമ്മയുടെയും ഇളയച്ചന്റെയും കൂടെയാണ് താമസിച്ചിരുന്നത്. സീതയ്ക്കും ഗീതയ്ക്കും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സീതയും ഗീതയും അവരുടെ ഇളയമ്മയുടെയും ഇളയച്ചന്റെയും കൂടെയാണ് താമസിച്ചിരുന്നത്. പാവം അനാഥ കുട്ടികളുടെ ഇളയമ്മ ചഞ്ചല വളരെ മോശപ്പെട്ട സ്ത്രീയായിരുന്നു. അവരെ രണ്ടുപേരെയും തികച്ചും വേലക്കാരികളായി മാത്രമാണ് അവൾ കണ്ടത്. എവിടെയായിരുന്നു രണ്ടുപേരും? എത്ര സമയമായി ബസാറിൽ സാധനം വാങ്ങാൻ പോയിട്ട്? ഇപ്പോഴാണോ വരുന്നത്? ഇളയമ്മേ, പുറത്ത് വലിയ മഴയായിരുന്നു, അതാ ഞങ്ങള് വൈകിയത്. ആ, പഞ്ചസാരക്ക് എന്ത് സംഭവിച്ചു? ഈ പഞ്ചസാര ഉറപ്പായി നനഞ്ഞിട്ടുണ്ടാവും. റേഷൻ കടക്കാരൻ തന്ന പഞ്ചസാരയുടെ സഞ്ചി പൊട്ടിയിരുന്നു ഇളയമ്മേ, നമുക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ പഞ്ചസാരയിൽ വെള്ളം കയറി. ഞങ്ങളോട് ക്ഷമിക്കൂ. ഇന്ന് നിങ്ങളെ ശരിയാക്കും. എത്ര നാശമാണ് വരുത്തിയത്! നിങ്ങളുടെ അച്ഛനും അമ്മയും എന്റെ കഞ്ഞിയിൽ പാറ്റിയിടാനാണോ നിങ്ങളെ ഇവിടെ കൊണ്ടാക്കിയത്? എനിക്ക് കഷ്ടം തന്ന് രണ്ടാളും മുകളിലേക്ക് പോയി. ചഞ്ചല, നിനക്കെന്താ ഒട്ടും ലജ്ജയില്ലേ? കുട്ടികളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അല്പം മാന്യമായി പെരുമാറാൻ പഠിക്കേ. ഇനി നിങ്ങൾക്ക് ഞാൻ എന്താണ് വേണ്ടത്? എന്റെ വീട്ടിൽ പോണോ? ഒരു വട്ടം പോയാൽ പിന്നെ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. പിന്നെ മറ്റൊരു പെണ്ണിനെ അന്വേഷിച്ചാൽ മതി നിങ്ങള്. ചഞ്ചല സീതയുടെയും ഗീതയുടെയും അടുത്ത് എപ്പോഴും കയർത്തുകൊണ്ടിരുന്നു. ഈ കാരണത്താൽ രണ്ടു കുട്ടികളും രാത്രിയുടെ ഇരുട്ടിൽ വീട് ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചു. ഒരുപാട് സങ്കടത്തോടെ ആണെങ്കിലും അവർ ആ വീട് വിടാനുള്ള തീരുമാനം എടുത്തു. ഇതാ, നമുക്കിവിടെ നിൽക്കണ്ട. ഇളയമ്മ വല്ലാതെ അടിക്കുന്നു. അതെ സീതേ, നീ പറയുന്നത് ശരിയാണ്. നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോകാം. സീതയും ഗീതയും രാത്രിയുടെ ഇരുട്ടിൽ വീട് വിട്ടു പോയി. നടന്ന് ഒരു മരത്തിനടുത്തെത്തി. അവർ ആ മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറക്കുമ്പോൾ കണ്ടത് റോഡിലൂടെ ആൾക്കാർ നടക്കുന്നതായിരുന്നു. ഒരു ഉന്തുവണ്ടിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സീത, വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്ക്. നമുക്ക് എന്തെങ്കിലും കുറച്ച് കഴിക്കാം. ഇതാ, നമ്മുടെ കയ്യിൽ പൈസയില്ല. പൈസ ഇല്ലാതെ നമുക്ക് കഴിക്കാൻ ആരും ഒന്നും തരില്ല. നമുക്ക് ചോദിച്ചു നോക്കാം, ഒരു പക്ഷെ തന്നാലോ? ശരി, വരൂ. സഹോദര, നിങ്ങളുടെ ബാഗിൽ നിന്നും എന്തെങ്കിലും കഴിക്കാൻ തരുമോ? വല്ലാതെ വിശക്കുന്നു. രണ്ടുപേരുടെ കയ്യിലും പൈസയുണ്ടോ? നോക്കൂ നോക്കൂ, രണ്ട് സഹോദരിമാരും ഒരുപോലെയുണ്ട്. ഇരട്ടകളാണെന്നാ തോന്നുന്നത്. അതെ അതെ, തോന്നുന്നത് ഇവർ തികച്ചും അനാഥരാണെന്നാണ്. സഹോദര, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. സൗജന്യമായി നിങ്ങൾക്ക് എന്ത് കിട്ടും? പൈസ കൊണ്ടുവരൂ, അപ്പോൾ കഴിക്കാനും തരാം. ഉന്തുവണ്ടിക്കാരൻ അവരെ രണ്ടുപേരെയും വഴക്കു പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തി അവിടേക്ക് വരുന്നു. ഈ കുട്ടികൾക്ക് 2 വീതം പെറോട്ട ഉണ്ടാക്കി കൊടുക്ക. കുട്ടികളോട് ചുമ്മാ കയർക്കണ്ട, ഞാൻ പൈസ തരാം. നന്ദിയുണ്ട് അങ്കിൾ. നിങ്ങൾ ആരാണ് കുട്ടികളെ? അങ്കിൾ, എന്റെ പേര് സീത. ഇതെന്റെ കുഞ്ഞനിയത്തി ഗീത. ഞങ്ങളുടെ ഇളയമ്മ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീട് ഉപേക്ഷിച്ചു. നിങ്ങളുടെ അച്ഛനമ്മമാർ എവിടെയാ മക്കളെ? ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ല അങ്കിൾ. ചെറുപ്പത്തിലെ ഞങ്ങൾ ഇളയമ്മയുടെയും ഇളയച്ഛന്റെയും കൂടെയാണ് താമസിക്കുന്നത്. ഓ, ഓക്കേ ഓക്കേ, അതാണ് കാര്യം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ന്യൂഡിൽസിന്റെ എത്ര പാക്കറ്റ് ഉണ്ട്? 20 പാക്കറ്റ് ഉണ്ട്. എങ്കിൽ അത് തരൂ. കുട്ടികളെ, നിങ്ങൾ എന്റെ കൂടെ ഓട്ടോറിക്ഷയിലിരിക്കെ. ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല മക്കളെ. സീതയും ഗീതയും അയാളുടെ കൂടെ ഓട്ടോറിക്ഷയിൽ കയറി. ആ വ്യക്തിയുടെ പേര് രാജേഷ് എന്നായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയുടെ കൂടെ വീട്ടിൽ നിന്ന് നൂഡിൽസ് ഉണ്ടാക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ നൂഡിൽസ് പാക്കറ്റ് കടകളിലും റെസ്റ്റോറന്റിലും സപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നു. സീതയും ഗീതയും അദ്ദേഹത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാജേഷിന്റെ നെഞ്ചിൽ ആഴത്തിൽ വേദന അനുഭവപ്പെട്ടു. എന്താണ് അങ്കിൾ, ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാലാവസ്ഥയുടെ മാറ്റം കാരണമായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നിങ്ങൾ പോകൂ അങ്കിൾ. വേഗം തന്നെ അങ്കിളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം.
സീതയും ഗീതയും ഓട്ടോക്കാരന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഓട്ടോക്കാരൻ രാജേഷിന്റെ കയ്യിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കി അവർ രാജേഷിന്റെ ഭാര്യയെ ഫോൺ ചെയ്തു. അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി. കുറച്ചു സമയത്തിനു ശേഷം രാജേഷിന് ബോധം വന്നു. അതിനുശേഷം ഡോക്ടർ അദ്ദേഹത്തിന്റെ ഹാർട്ടിന്റെ അവസ്ഥയെപ്പറ്റി പറയുന്നു. രാജേഷ് സീതയെയും ഗീതയെയും തന്റെ പത്നിക്ക് കാണിച്ചു കൊടുക്കുന്നു. താങ്കൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ഓക്കെയാണ് സന്ധ്യ, നീ വിഷമിക്കണ്ട. ഞാൻ മരണത്തിനടുത്ത് വരെ എത്തിയതാ. ഭാഗ്യത്തിനാ ഈ കുട്ടികളെ കിട്ടിയത്. ഇത് സീതയും ഗീതയുമാണ്. ഇവിടെ വരൂ മക്കളെ. ഇവരെ കാണുമ്പോൾ ഏകദേശം ഒരുപോലെയുണ്ട്. ഇവർ രണ്ടുപേരും ഇരട്ടകളാണോ? അതെ ആന്റി, എന്റെ പേര് സീത എന്നാണ്. ഇത് ഗീതയാണ്. അടുത്ത ദിവസം ഡോക്ടർ രാജേഷിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. മുഴുവനായും റെസ്റ്റ് എടുക്കാൻ രാജേഷിനോട് ഡോക്ടർ പറഞ്ഞു. രാജേഷിന്റെ മനസ്സിൽ തന്റെ ജോലികളെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അദ്ദേഹം അതോർത്ത് അസ്വസ്ഥനായിരുന്നു. സന്ധ്യ, ചരക്ക് വാങ്ങണം, സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, എല്ലാ കടകളിലും ഡെലിവറി ചെയ്യുകയും വേണം. കേൾക്കൂ, ആദ്യം നിങ്ങളുടെ അസുഖം ശരിയാവട്ടെ. അത് കഴിഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിനെ പറ്റി ചിന്തിച്ചാൽ മതിയാകും. താങ്കൾ ഇതൊന്നും ചിന്തിക്കണ്ട. ഞങ്ങൾ ആന്റിയോടൊപ്പം ഉണ്ടാകും. താങ്കളുടെ ജോലി അങ്ങനെ ഇല്ലാതാകുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സീത പറഞ്ഞത് തികച്ചും ശരിയാണ്. താങ്കൾ പൂർണ്ണമായും വിശ്രമിക്കൂ. ഞങ്ങൾ ആന്റിയുടെ കൂടെ നൂഡിൽസ് ഡെലിവറി ചെയ്യാൻ പൊയ്ക്കൊള്ളാം. പിന്നെ നടന്നത് ഇതായിരുന്നു. സന്ധ്യ നൂഡിൽസ് ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. സന്ധ്യയും സീതയും ഗീതയും കൂടി ആ നൂഡിൽസ് എല്ലാം ഡെലിവർ ചെയ്യാനായി പോകാൻ തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം സീത സന്ധ്യയോട് പറഞ്ഞു, എന്തിനാണ് നമ്മൾ നൂഡിൽസിന്റെ പാക്കറ്റുകൾ ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ട് നൂഡിൽസിന്റെ ഒരു സ്റ്റോൾ തന്നെ തുടങ്ങിക്കൂടാ? നമ്മൾക്ക് കുറേ തരത്തിലുള്ള നൂഡിൽസ് ഉണ്ടാക്കിയാൽ നല്ല കച്ചവടവും ഉണ്ടാകും. ഈ ഐഡിയ എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ വരാത്തത്? ഇതൊരു നല്ല ഐഡിയ ആണ്. രാജേഷ്, ഞാനും ചിന്തിക്കുന്നു. സീതയും ഗീതയും പറഞ്ഞത് നല്ലതിനാണെന്ന്. നമുക്കൊരു നൂഡിൽസ് സ്റ്റോൾ തുടങ്ങാം. തീർച്ചയായും നമ്മുടെ കച്ചവടം നന്നാകും. ശരി സന്ധ്യ, പക്ഷേ അതിനൊരുപാട് പണിയുണ്ട്. രാവിലെ മുതൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം. സ്റ്റോളിൽ എല്ലാ ദിവസം പോവുകയും വേണം. നിനക്ക് അതിനൊക്കെ പറ്റുമോ? താങ്കൾ എന്റെ കൂടെ ഉണ്ടായാൽ മതി. പിന്നെ എന്റെ കൂടെ സീതയെയും ഗീതയെയും പോലെ സ്നേഹമുള്ള കുട്ടികളുണ്ടല്ലോ. പിന്നെ സന്ധ്യ സീതയുടെയും ഗീതയുടെയും കൂടെ സ്വന്തമായി ഉണ്ടാക്കിയ നൂഡിൽസ് ഉണ്ടാക്കി വിൽക്കാൻ ഒരു കട വാടകയ്ക്കെടുത്തു. സീതയും ഗീതയും ഇരട്ട സഹോദരിമാരായിരുന്നു. ആൾക്കാർ അവരെ രണ്ടുപേരെയും ആ സ്റ്റോളിൽ സന്ധ്യയുടെ കൂടെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെടുകയും ചെയ്തു. പതുക്കെ സ്റ്റോളിൽ കസ്റ്റമേഴ്സ് കൂടി വരുന്നു. പിന്നെ സന്ധ്യയുടെ നൂഡിൽസ് സ്റ്റോളിൽ നല്ല വരുമാനമുണ്ടാകാനും തുടങ്ങി. സന്ധ്യ, സീത, ഗീത, ഈ കുട്ടികൾ നല്ല ഭാഗ്യശാലികളാ. കണ്ടില്ലേ എനിക്ക് എന്തുമാത്രം ഭാഗ്യമാ കിട്ടിയിരിക്കുന്നതെന്ന്. രാജേഷിന്റെ ആരോഗ്യത്തിൽ മാറ്റം വരുന്നു. ഇപ്പോൾ അവർ നൂഡിൽസ് പാക്കറ്റിന്റെ സപ്ലൈയുടെ കൂടെ തങ്ങളുടെ സ്റ്റോളിലും നൂഡിൽസ് ഉണ്ടാക്കുന്നു. നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് സന്ധ്യയെയും സീതയെയും ഗീതയെയും സഹായിക്കുന്നു. ഒരു ദിവസം സീതയുടെയും ഗീതയുടെയും ഇളയച്ചൻ അവരെ നൂഡിൽസ് സ്റ്റോളിൽ കണ്ടു. സീത, ഗീത, ഞാൻ നിങ്ങളെ ഒരുപാട് അന്വേഷിച്ചു മക്കളെ. എന്റെ മക്കൾ എന്തിനാണ് വീട് ഉപേക്ഷിച്ചു പോയത്? ഇളയച്ച, ഞങ്ങൾ ഇളയമ്മയുടെ പ്രവൃത്തിയിൽ വളരെ വിഷമിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വീട് ഉപേക്ഷിച്ചു വന്നത്. ഇളയച്ച, ഇപ്പോൾ ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ സ്ഥാനത്ത് അങ്കിളിനെയും ആന്റിയെയും കിട്ടി. ഇവരെ ഉപേക്ഷിച്ച് ഞങ്ങൾ വരില്ല. ഇവരാണ് ഞങ്ങൾക്കെല്ലാം. സീതയുടെയും ഗീതയുടെയും വാക്കുകൾ കേട്ട് രാജേഷിനും സന്ധ്യയ്ക്കും കരച്ചിൽ വന്നു. അങ്ങനെ ആ അനാഥ കുട്ടികളുടെ അച്ഛനമ്മമാരായി രാജേഷിനെയും സന്ധ്യയെയും കിട്ടി. മക്കൾക്ക് അനുഗ്രഹവും നൽകി അവരുടെ ഇളയച്ചൻ കണ്ണുകൾ നിറഞ്ഞ് ഒന്നും മിണ്ടാനാകാതെ തിരിച്ചുപോയി. Thanks for watching.